ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഓൺ ബട്ടണ്. ലൈക്ക് ഇവിടെ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പെയറായി. ഓക്കെ പെയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് കണ്ടില്ലേ, ഫ്രണ്ട് ലൈറ്റ് എത്തി. ഈ ത്രോട്ടിലിൻ്റെ തൊട്ടിപ്പുറത്തൊരു ബട്ടൺ വരുന്നുണ്ട് മേളിലോട്ടും താഴോട്ടും നീക്കാനായിട്ട്. ഇതാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്, ലോ ഹൈ. ഇതിനകത്ത് റിമോട്ടിനകത്ത് വരുന്നത് ഇത് ത്രോട്ടിൽ ട്രിമ്മാണ്. ഇതിപ്പോൾ സീറോയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ത്രോട്ടിൽ കൊടുത്താലും വണ്ടി മൂവ് ആവില്ല. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് വണ്ടിയുടെ മൂവ്മെൻറ്റ് വരിക. ഓക്കെ ഇപ്പോൾ കുറച്ചായി, ഇപ്പോൾ വണ്ടി മൂവ്മെൻ്റ് ആയി. ഓക്കെ ഇതിപ്പോൾ ഫുൾ. ഇനി ഇത് സ്റ്റിയറിങ്ങിൻ്റെ ട്രിമ്മാണ് ഇത് വരുന്നത്. ഇത് തിരിക്കുന്നതനുസരിച്ച് സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിം ചെയ്ത് നിൽക്കും. ഓക്കെ പിന്നെ വരുന്നത് ഇത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വിഞ്ചിൻ്റെ ഫങ്ഷനാലിറ്റി നിന്ന് നോക്കാം. ഇതാണിത് റിമോട്ടിനകത്ത് ഈ കാണുന്ന ബട്ടണാണ് ഇതിൻ്റെ വിഞ്ചിൻ്റെ ബട്ടണ്. ഇത് 3 ഫങ്ഷൻ ബട്ടണാണ്. അതായത് ഫസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഞ്ച് പുറത്തോട്ട് വരും. സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിഞ്ച് ഹോൾഡ് ആവും. തേർഡ് ബട്ടൺ വിഞ്ച് റിട്ടേൺ പോവും. വിഞ്ച് അത് റിട്ടേൺ പോകുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സിംഗിൾ പ്രസ് ചെയ്തു, അപ്പോൾ വിഞ്ച് പുറത്തോട്ട് നമ്മളിങ്ങനെ പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണേലും കുറച്ച് പോരും. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള എന്താ പറയുക റീലാണ് വരുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് പ്രസ് ചെയ്തപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാലൊന്നും മൂവ് ആവില്ല. നമുക്ക് എവിടെയെങ്കിലും ഹുക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്നും കൂടെ പ്രസ് ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, ഈ വിഞ്ച് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് തിരിച്ചതുപോലെ പഴയ പോലെ എന്താ അതിൻ്റെ ഉള്ളിലോട്ട് തിരിച്ച്